ആദ്യം ഒരു ചെറിയ പേടി ഇല്ലായിരുന്നു ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ട് മാർബിൾ ഒക്കെ എടുക്കുമ്പോ? ആദ്യം ഉണ്ടായിരുന്നു. കുറെ ആൾ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല മാർബിൾ കിട്ടൂല, വീടൊക്കെ നല്ലതായിരുന്നു പക്ഷെ മാർബിൾ തീരെ പോരാന്ന് പറയും. ഇത്രയും ലക്ഷങ്ങളെല്ലാം മുടക്കി വീടൊക്കെ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന മാർബിൾ കൊളായി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒന്ന് മെഷർമെന്റ്, മാർബിളൊക്കെ എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം ഒന്ന് മെഷർമെന്റ്, ക്രാക്ക് ഉണ്ടോ അതിൽ പൊട്ടുണ്ടോ കാര്യങ്ങളൊക്കെ, അതിലൊക്കെ ഒരു വിശ്വാസം നമ്മളോട് തോന്നിയിട്ടാണ് ഇക്ക വന്നിട്ട് മാർബിൾ എടുത്തിട്ടുള്ളത്. ഒന്നിന് പോലും ഒരു സ്ക്രാച്ച് ഉണ്ടായിട്ടില്ല. നല്ല മജയായിരുന്നു, നല്ല രസമായിട്ടുണ്ട്. ഹലോ നമസ്കാരം, ഏവർക്കും കാട്ടുമാടം മാർബിൾ ആൻഡ് ഗ്രാനൈറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇക്ക എന്താണ് പേര്? എൻ്റെ ഒരു ആസിഫ്. ആസിഫ് ഖാ, അപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിന്ന് ഫോട്ടോ കണ്ടിട്ടാണ് മാർബിൾ എടുത്തിട്ടുള്ളത്? യൂട്യൂബിൽ കണ്ടതാണ് ഇങ്ങനെ കാട്ടുമാടത്തിനെ കുറിച്ച്. അങ്ങനെ അവിടെ നിന്ന് വാട്സപ്പ് നമ്പർ കിട്ടി. അങ്ങനെ വാട്സപ്പിൽ തൻവീർ ഖാനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ കാട്ടുമാടം മാർബിൾ ആൻഡ് ഗ്രാനൈറ്റിന്റെ വയനാട് ഷോറൂമിൽ നിന്നാണ് മാർബിൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വയനാട് ജില്ലയിൽ നിന്നാണ് കാസർഗോഡിലേക്ക് മാർബിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതും നമ്മളെ ഷോറൂമിൽ വരികയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ട ഒരു വിശ്വാസത്തിൽ. തൻവീർക്കായിട്ട് എനിക്കെന്ന് വെച്ചാൽ എല്ലാവരും ഡീലിങ് കറക്റ്റുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത വർക്കെല്ലാം എല്ലാവരും വാട്സപ്പ് മുഖേന പറഞ്ഞിട്ട് എല്ലാവരും പണിക്കാർ എല്ലാവരും വിളിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചേക്കും. അങ്ങനെ തൻവീർക്കാരൻ്റെ ഡീലിങ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇക്ക ഫസ്റ്റ് ആദ്യം ഒരു ചെറിയ പേടി ഇല്ലായിരുന്നു ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ട് മാർബിൾ ഒക്കെ എടുക്കുമ്പോൾ? ആദ്യം ഉണ്ടായിരുന്നു. കുറെ ആൾ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല മാർബിൾ കിട്ടൂല, ആ സ്ക്രാച്ച് ആയിരിക്കും ഫുള്ള്, വീട് വന്നിട്ട് പിന്നെ തിരിച്ചാക്കാൻ പറ്റൂല അങ്ങനെ പറഞ്ഞു. ഞാൻ കുറേ കമ്പനി ഞാൻ നോക്കിനി. പിന്നെ രാജസ്ഥാനികൾ എന്നോട് കൊണ്ടുവരാമെന്നും പറഞ്ഞു. പിന്നെ അത് ഞാൻ പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് വൈഫിന് ഇഷ്ടപ്പെട്ടു ഈ കളർ. അങ്ങനെ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടൈം ഭയങ്കര പേടിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാല്? പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ടും നല്ല പേടി ഉണ്ടായിരുന്നു. അതിന് ഇട്ട് കഴിഞ്ഞിട്ടും മാർബിൾ കാണാൻ ഒരു വൃത്തി ഉണ്ടായിട്ടില്ല. നല്ല ഒരു തീരെ എല്ലാ വരുന്നവരെല്ലാം എന്നോട് പറയും വീടൊക്കെ നല്ലതായിരുന്നു പക്ഷെ മാർബിൾ തീരെ പോരാന്ന് പറയും. വീട്ടിൽ എല്ലാം ഇട്ട് പോളിഷൊക്കെ ആയതിനു ശേഷം എല്ലാവർക്കും നല്ല ആദ്യം ഇങ്ങനെ ഒരു ഭയം ഉണ്ടായിട്ടുണ്ടാവും, ഇത്രയും ലക്ഷങ്ങളെല്ലാം മുടക്കി വീടൊക്കെ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന മാർബിൾ കൊളായി പോവോ എന്നുള്ളൊരു ടെൻഷൻ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക്. മാർബിൾ കൊളായി പോവോ, വീടെല്ലാം എടുത്തിട്ട് ആകെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ ഫൈനലി വർക്ക് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഹാപ്പിയായി. വർക്ക് ഇപ്പം വീട്ടിൽ കൂടുതൽ വന്നവരെല്ലാവരും സന്തോഷം. നല്ല വീട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് പറഞ്ഞ് നല്ല റാഹത്തായി എല്ലാവർക്കും. എനിക്കും നല്ല സന്തോഷമായി. നല്ല പണിക്കാരും എനിക്ക് നല്ല രാജസ്ഥാനി നല്ല പണിക്കാർ കിട്ടിയിരുന്നു. അവർ നല്ല വർക്ക് നല്ല പണി ചെയ്തിട്ട് അങ്ങനെ ഫൈനലി ഇവിടെ മാർബിളൊക്കെ വിരിച്ച് ഫുൾ ഹാപ്പിയാണ്. ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ഇപ്പൊ സന്തോഷമായി എനിക്ക്. മേലെ ഞാൻ ഫുള്ളായിട്ട് എൻ്റെ മേലെയും തായും ഇല്ല, മൊത്തത്തിൽ ഞാൻ മാർബിളായി എടുത്തത്. എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു മേലെ മാർബിൾ ഇടണ്ട, മേലെ വെയിറ്റ് കൂടും, അതൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഇട്ടതാണ് മേലെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെയിറ്റ് കൂടിയിട്ട് താഴേക്ക് വീണ? ഇല്ലില്ല, ഇപ്പൊ നല്ല എല്ലാവർക്കും മേലും തായും ഒരേപോലെ ആയതുകൊണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയായി. അല്ല മേലെ ടൈൽസും ഇതാവുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. പറഞ്ഞ ആ ഒരു സംഭവം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. മാർബിൾ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും, മുകളിൽ താഴേക്ക് പോകും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കിപ്പോ നല്ല ഹാപ്പി, നല്ല സന്തോഷമായി. കിട്ടാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ നല്ല സന്തോഷം. അപ്പോൾ ഫോട്ടോ കണ്ട് എടുത്ത ആ ഒരു വയനാട്ടിലെ ഷോറൂമിനെ കുറിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഇക്കാക്ക് എന്താ പറയുള്ളത്? എന്ന് പറഞ്ഞാല് ലക്ഷങ്ങളുടെ സാധനങ്ങളാണ്, സാധാ പർച്ചേസ് പോലെയല്ല. നമ്മൾ ഓൺലൈനിൽ ഒരു ഷർട്ടോ പാൻറ്റോ വാങ്ങിക്കുന്ന പോലെയല്ല. മാർബിളാണ് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണേണ്ട ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒന്ന് മെഷർമെന്റ്, മാർബിളൊക്കെ എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം ഒന്ന് മെഷർമെന്റ്, ക്രാക്ക് ഉണ്ടോ അതിൽ പൊട്ടുണ്ടോ കാര്യങ്ങളൊക്കെ, അതിലൊക്കെ ഒരു വിശ്വാസം നമ്മളോട് തോന്നിയിട്ടാണ് ഇക്ക വന്നിട്ട് മാർബിൾ എടുത്തിട്ടുള്ളത് ഫോട്ടോ കണ്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഇക്കാക്ക് എന്താ പറയുന്നത്? എനിക്ക് മെയിനായിട്ട് തൻവീർക്കാനെ നല്ല ഇഷ്ടപ്പെട്ടു. തൻവീർക്ക അവരായിട്ട് നല്ല ഡീലിങ് നല്ല കറക്റ്റായിരുന്നു. അതിൽ തന്നെ എനിക്ക് വിശ്വാസമായി അവരെ. കാരണം വെച്ചാൽ നല്ലൊരു മാർബിൾ ആയിരിക്കും. അവർ എന്നോട് അത്രയ്ക്കും നല്ല ഉറപ്പില്ല പറയുന്നു. നിങ്ങൾക്ക് ഒരു സ്ക്രാച്ചും ഇല്ലാത്ത നല്ല മാർബിൾ ഞാൻ കറക്റ്റായിട്ട് എത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ എൻ്റെ പണിക്കാരെ ഇവിടെ എത്തിച്ചു. അത് ഇറക്കുന്ന സമയത്ത് തന്നെ അവർ ഇറക്കുമ്പോൾ നല്ല നോക്കി നല്ല മാർബിൾ എന്ന് പറഞ്ഞു. ഒന്നിന് പോലും ഒരു സ്ക്രാച്ച് ഉണ്ടായിട്ടില്ല. ഞാൻ 2700 സ്ക്വയർ ഫീറ്റ് തന്നെ വാങ്ങിയിരുന്നു. മേലും തായും മൊത്തത്തിൽ അത് മൊത്തം നല്ല പീസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരുന്നു. നല്ല മജയായിരുന്നു, നല്ല രസമായിട്ടുണ്ട്.